കിങ്സ് ലാൻഡിംഗിലെ ഇരുളടഞ്ഞ തടവറയുടെ കനത്ത നിശബ്ദതയിലേക്കാണ് ആ ദൃശ്യം മിഴി തുറക്കുന്നത്. കരിങ്കല്ലിന്റെ തണുപ്പും മരണത്തിന്റെ ഗന്ധവും തളം കെട്ടിനിൽക്കുന്ന ആ മുറിയിൽ വിധി കാത്തുകിടക്കുന്ന ടിരിയൻ ലാനിസ്റ്ററും അവനെ കാണാനെത്തിയ സഹോദരൻ സർ ജൈമെ ലാനിസ്റ്ററും നിൽക്കുന്നു. ജൈമെ തന്റെ സഹോദരനെ നോക്കി ശബ്ദത്തിൽ അല്പം ഗൗരവം കലർത്തി പറഞ്ഞു, "നിന്റെ ഈ നന്ദിയില്ലാത്ത തല, ആ നന്ദിയില്ലാത്ത ഉടലിൽ കുറച്ചു കാലം കൂടി ഇരിക്കാൻ വേണ്ടി ഞാനൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്." അത് കേട്ട് ഒരു നിരാശ കലർന്ന ചിരിയോടെ ടിരിയൻ ചോദിച്ചു, "ഞാൻ എന്തിനാണ് ക്ഷമ പറയേണ്ടത്? ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷയായി വോളിൽ പോയി ജീവിച്ചു മരിക്കാനുള്ള അവസരം തന്നതിനോ?" ജൈമയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചുകയറി. അവൻ ടിരിയനിന്റെ അരികിലേക്ക് നീങ്ങിപ്പറഞ്ഞു, "നീ നിന്റെ ജീവിതം വലിച്ചെറിഞ്ഞു കളഞ്ഞു. നീ അത് പാഴാക്കി. ഇതൊരു തമാശയല്ല. നിനക്കത് മനസ്സിലാകുന്നുണ്ടോ?" ടിരിയനിന്റെ കണ്ണുകളിൽ വേദനയും വാശിയും നിറഞ്ഞുനിന്നു. അവൻ മറുപടി പറഞ്ഞു, "തീർച്ചയായും ഇതൊരു തമാശയാണ്. പക്ഷേ അത്ര നല്ല തമാശയല്ലെന്ന് മാത്രം. എനിക്ക് അവൾ അവിടെ നിന്ന് ആ കള്ളങ്ങൾ പറയുന്നത് കേട്ടുനിൽക്കാൻ കഴിഞ്ഞില്ല." ജൈമെ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, "നീ ഒരു വേശ്യയുമായി പ്രണയത്തിലായി." ടിരിയൻ അത് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി പറഞ്ഞു, "അതെ, ഞാൻ ഒരു വേശ്യയുമായി പ്രണയത്തിലായി. അവളും എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയായിരുന്നു ഞാൻ. നീ ഉണ്ടാക്കിയ ആ കരാർ, അത് അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് നിന്നെ അനന്തരാവകാശിയായി തിരികെ കിട്ടും. കാസ്റ്റർലി റോക്കിന്റെ ഭാവി പ്രഭു. എന്നെയാണെങ്കിലോ എന്നേക്കുമായി കണ്ണിൽപ്പെടാത്ത ദൂരത്തേക്ക് കാസിൽ ബ്ലാക്കിലേക്ക് നാടുകടത്താം. എല്ലാം വളരെ കൃത്യം. ഞാൻ നിരപരാധിയാണെന്ന് അച്ഛനറിയാം. എന്നിട്ടും എന്നെ ബലികഴിക്കാൻ അദ്ദേഹം തയ്യാറാണ്. നമ്മളിൽ ആരെ വേണമെങ്കിലും ബലികഴിക്കാൻ അദ്ദേഹം മടിക്കില്ല, നിന്നെ ഒഴികെ. നീയല്ലേ അദ്ദേഹത്തിന്റെ ഗോൾഡൻ സൺ. നിനക്കൊരു രാജാവിനെ കൊല്ലാം, കൈ നഷ്ടപ്പെടാം, സ്വന്തം സഹോദരിയുമായി ബന്ധം പുലർത്താം. എന്നിട്ടും നീ എന്നും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവനായിരിക്കും." ജൈമെ അവനെ താക്കീത് ചെയ്യുന്ന സ്വരത്തിൽ പറഞ്ഞു, "സൂക്ഷിച്ചു സംസാരിക്കുക. നിനക്കുള്ള ഒരേയൊരു സുഹൃത്ത് ഞാൻ മാത്രമാണ്." ടിരിയൻ ഒരു പുച്ഛചിരിയോടെ പറഞ്ഞു, "കുറഞ്ഞപക്ഷം അവർ യഥാർത്ഥത്തിൽ എന്താണെന്ന് അവരുടെ മുഖത്തുനോക്കി പറയാൻ എനിക്ക് കഴിഞ്ഞല്ലോ." ജൈമെ പരിഹാസത്തോടെ പറഞ്ഞു, "അതെ, ഉജ്ജ്വലമായ പ്രസംഗം. വരും ദിവസങ്ങളിൽ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കും. നീ ഒരു യാഥാർത്ഥ്യവാദിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അഭിമാനത്തിനുവേണ്ടി നീ മരിക്കാൻ തയ്യാറാകുമെന്ന് ഞാൻ കരുതിയില്ല." ടിരിയൻ പ്രതീക്ഷയോടെ ചോദിച്ചു, "ഇപ്പോളെ എന്നെ കൈവിടരുത്. ഞാൻ മുൻപൊരു വിചാരണയെ അതിജീവിച്ചതാണ്. അന്ന് എന്നെ രക്ഷിക്കാൻ നീ അവിടെ ഇല്ലായിരുന്നുവെങ്കിലും." ജൈമെ നിസ്സഹായനായി കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു, "ഇത്തവണ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. എന്റെ ഇടതുകൈകൊണ്ട് ഒരു കുതിരക്കാരനെപ്പോലും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് പരിശീലനത്തിലൂടെ എനിക്ക് ബോധ്യമായി." ടിരിയൻ ചിന്താമഗ്നനായി പറഞ്ഞു, "ബ്രോൺ ഒരിക്കൽ എനിക്കുവേണ്ടി പോരാടിയിട്ടുണ്ട്. അവനത് ഇനിയും ചെയ്യും. അവൻ ജയിക്കുകയാണെങ്കിൽ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവനോട് കടപ്പെട്ടിരിക്കും." ജൈമെ സംശയത്തോടെ പറഞ്ഞു, "അവൻ ജയിക്കുകയാണെങ്കിൽ?" ടിരിയൻ ആകാംക്ഷയോടെ ചോദിച്ചു, "നീ അവനെ എനിക്കുവേണ്ടി കണ്ടുപിടിക്കുമോ? സർ സി ആരെയാണ് ചാമ്പ്യനായി നിർത്താൻ ഉദ്ദേശിക്കുന്നത്? അത് സർ മെറിൻ ട്രാൻഡ് ആണെങ്കിൽ നന്നായിരുന്നു. ആ കുട്ടികളെ തല്ലുന്നവൻ ബ്രോണിന്റെ വാളിനിരയാകുന്നത് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്." ജൈമെ മുഖം കറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു, "അല്ല, സർ മെറിൻ അല്ല." ദൃശ്യം കിങ്സ് ലാൻഡിംഗിലെ യുദ്ധപരിശീലന മൈതാനത്തേക്ക് മാറുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഭീമാകാരനായ സർ ഗ്രെഗോർ ദ മൗണ്ടൻ ക്ലിഗെയിൻ തന്റെ കൂറ്റൻ വാൾ ഉപയോഗിച്ച് ഒരു തടവുകാരനെ വെട്ടിവീഴ്ത്തുന്നു. ചോര വാർന്നൊഴുകുന്നു. ഒരു കളിപ്പാട്ടം വലിച്ചെറിയുന്ന ലാഘവത്തോടെ ദ മൗണ്ടൻ ആ ശരീരം മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞു. മൈതാനത്തിന്റെ ഒരു വശത്ത് ഈ ക്രൂരത കണ്ട് നിർവികാരയായി സെർസി ലാനിസ്റ്റർ നിൽക്കുന്നുണ്ടായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ടുനിൽക്കുന്ന ഒരുപിടി തടവുകാർ അവിടെ നിരനിരയായി നിൽക്കുന്നു. കാവൽക്കാർ അവരെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഒരു കാവൽക്കാരൻ അടുത്ത തടവുകാരനെ മുന്നോട്ട് തള്ളിക്കൊണ്ടു പറഞ്ഞു, "ചെല്ല്, അങ്ങോട്ട് നീങ്ങി നിൽക്ക്." അടുത്ത തടവുകാരൻ വിറയ്ക്കുന്ന കൈകളോടെ നിലത്തുനിന്നും ഒരു ചെറിയ ആയുധമെടുത്തു. എന്നാൽ കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ ദ മൗണ്ടൻ അയാളെ വെട്ടിവീഴ്ത്തി. അടുത്ത ഊഴം കാത്തുനിന്ന രണ്ടാമത്തെ തടവുകാരൻ ഭയന്ന് ആയുധം താഴെയിട്ട് മുട്ടുകുത്തി. അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "ദയവു ചെയ്ത് കരുണ കാണിക്കൂ." പക്ഷേ ദയയെന്നത് ദ മൗണ്ടനിന്റെ നിഘണ്ടുവിലില്ലാത്ത വാക്കാണ്. അയാൾ ആ തടവുകാരനെ നിഷ്കരുണം വധിച്ചു. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന സർ ഗ്രെഗോറിന്റെ അടുത്തേക്ക് സർ സി നടന്നെത്തി. "സർ ഗ്രെഗോ, തലസ്ഥാനത്തേക്ക് സ്വാഗതം. ഇത്ര വേഗത്തിൽ ഇവിടെ എത്തിയതിന് നന്ദി." അവൾ അയാളുടെ ചോരപുരണ്ട ശരീരത്തിലേക്ക് നോക്കി പറഞ്ഞു, "താങ്കൾ നല്ല ഉന്മേഷത്തിലാണെന്ന് തോന്നുന്നു." ദ മൗണ്ടൻ പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു, "ഞാൻ ആരുമായാണ് പോരാടേണ്ടത്?" സെർസി ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു, "അതൊരു വിഷയമാണോ?" ദൃശ്യം മാറുന്നത് റിവർലാൻഡ്സിലെ വിജനമായ ഒരു പാടശേഖരത്തിലേക്കാണ്. കത്തിനശിച്ച ഒരു കുടിലിനു മുന്നിലൂടെ ആര്യ സ്റ്റാർക്കും ദ ഹൗണ്ടും കുതിരപ്പുറത്ത് വരുന്നു. ചുറ്റും നോക്കി ദ ഹൗണ്ട് പറഞ്ഞു, "ഇവിടെ ഭക്ഷണം കാണാൻ സാധ്യതയുണ്ട്." ആര്യ തിരുത്തി, "പട്ടാളക്കാർ ഉണ്ടാകാനും സാധ്യതയുണ്ട്." അവർ കുതിരപ്പുറത്ത് നിന്നിറങ്ങി ആ പരിസരം പരിശോധിച്ചു. വയറ്റിൽ ഗുരുതരമായി പരിക്കേറ്റ് മരണത്തോട് മല്ലിടുന്ന ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് അവർ കണ്ടു.
ആര്യ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പാടില്ല. മരിക്കുന്ന മനുഷ്യൻ വേദനയോടെ പറഞ്ഞു, വേറെ എവിടെ ഇരിക്കാനാണ്? കുടിലിലേക്ക് നടക്കാൻ നോക്കി, പക്ഷെ വല്ലാത്ത വേദന. പിന്നെയാണ് ഞാൻ ഓർത്തത്, അവർ എന്റെ കുടിൽ കത്തിച്ചല്ലോ എന്ന്. ദ ഹൗണ്ട് ചോദിച്ചു, ആരായിരുന്നു ആ അവർ? മനുഷ്യൻ പറഞ്ഞു, ഞാനത് ചോദിക്കുന്നത് നിർത്തിയിട്ട് കുറേ കാലമായി. ദ ഹൗണ്ട് മുട്ടുകുത്തി ആ മുറിവ് പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊന്നും ഇനി ഭേദമാക്കാൻ പോകുന്നില്ല. ദ ഹൗണ്ട് സഹതാപമില്ലാതെ പറഞ്ഞു, നിനക്ക് മതിയായില്ലേ? മനുഷ്യൻ ചോദിച്ചു, എനിക്കറിയാം, പോകാനുള്ള സമയമായി. ആര്യ അയാളുടെ അരികിൽ മുട്ടുകുത്തി ചോദിച്ചു, പിന്നെ എന്തിനാണ് ഇങ്ങനെ തുടരുന്നത്? അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു, ആരാണ് നീ? ആര്യ പറഞ്ഞു, എന്റെ പേര് ആര്യ സ്റ്റാർക്ക്. അയാൾ ചോദിച്ചു, ഇയാൾ നിന്റെ അച്ഛനാണോ? ദ ഹൗണ്ട് തലയാട്ടി പറഞ്ഞു, അവളെ തടവിലാക്കിയവനാണ്. മോചനദ്രവ്യത്തിനു വേണ്ടി അവളെ അവളുടെ ആന്റിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. മനുഷ്യൻ പറഞ്ഞു, അതൊരു ന്യായമായ കൈമാറ്റമാണ്. എന്റെ എല്ലാ ഇടപാടുകളിലും ഞാൻ നീതി പാലിച്ചിട്ടുണ്ട്. നീ എനിക്ക് തരുന്നു, ഞാൻ നിനക്ക് തരുന്നു. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? പെട്ടെന്ന് ദ ഹൗണ്ട് തന്റെ കത്തി ആ മനുഷ്യന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. അയാൾ പിടഞ്ഞു മരിച്ചു. കത്തിയിലെ ചോര ആ മനുഷ്യന്റെ വസ്ത്രത്തിൽ തുടച്ചുകൊണ്ട് ദ ഹൗണ്ട് പറഞ്ഞു, ഇവിടെയാണ് ഹൃദയമുള്ളത്. ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊല്ലേണ്ടത്. പെട്ടെന്ന് ബിറ്റർ എന്ന ഭീകരൻ ദ ഹൗണ്ടിന്റെ പിന്നിലൂടെ ചാടി വീണു. അവൻ ദ ഹൗണ്ടിന്റെ കഴുത്തിൽ കടിച്ചുപിടിച്ചു. സർവ്വശക്തിയുമെടുത്ത് ദ ഹൗണ്ട് അവനെ താഴേക്ക് വലിച്ചെറിഞ്ഞു. ആ വീഴ്ചയിൽ ബിറ്ററിന്റെ കഴുത്തൊടിഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ റോർജ് വാളുമായി നിൽക്കുന്നു. ദ ഹൗണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു, എന്തു കോപ്പാണ് നീ കാണിക്കുന്നത്? റോർജ് പറഞ്ഞു, നിന്റെ തലയ്ക്ക് വലിയ വിലയുണ്ട്. ദ ഹൗണ്ട് പരിഹാസത്തോടെ പറഞ്ഞു, രാജാവിനോട് പോയി പണി നോക്കാൻ പറ. റോർജ് പറഞ്ഞു, രാജാവ് മരിച്ചു. സ്വന്തം കല്യാണത്തിന് വിഷം ചേർത്ത വീഞ്ഞു കുടിച്ച് അവൻ മരിച്ചു. ലാനിസ്റ്റർ പടയാളികളെ കൊന്നതിനാണ് നിനക്ക് വിലയിട്ടിരിക്കുന്നത് 100 വെള്ളി നാണയങ്ങൾ. ദ ഹൗണ്ട് ചോദിച്ചു, അതും മേടിച്ച് നീ പോകുമെന്ന് കരുതിയോ? നീ അധികം ആലോചിച്ചില്ല അല്ലേ? ദ ഹൗണ്ട് ചോദിച്ചു, ഇവൻ നിന്റെ ആ ചെറിയ ലിസ്റ്റിലുണ്ടോ? ആര്യ പറഞ്ഞു, ഇല്ല, എനിക്കിവന്റെ പേരറിയില്ല. ദ ഹൗണ്ട് ചോദിച്ചു, നിന്റെ പേരെന്താ? റോർജ് പറഞ്ഞു, റോർജ്. ആര്യ പുഞ്ചിരിയോടെ പറഞ്ഞു, നന്ദി. നിമിഷനേരം കൊണ്ട് ആര്യ തന്റെ ചെറിയ വാളായ നീഡിലെടുത്ത് റോർജിന്റെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കി. അവൻ നിലവിളിച്ചുകൊണ്ട് വീണു മരിച്ചു. ആര്യ തന്റെ വാൾ അവന്റെ ശരീരത്തിൽ തുടച്ചു വൃത്തിയാക്കി. ദ ഹൗണ്ട് അത് കണ്ടു പറഞ്ഞു, നീ പഠിക്കുന്നുണ്ട്. അന്തരീക്ഷം കാസിൽ ബ്ലാക്കിലേക്ക് മാറുന്നു. അവിടെ മുറ്റത്ത് കാവൽക്കാർ പരിശീലനം നടത്തുകയാണ്. പെട്ടെന്നൊരു കൊമ്പുവിളി ഉയർന്നു. ഒരാൾ വിളിച്ചു പറഞ്ഞു, റേഞ്ചർമാർ മടങ്ങിയെത്തുന്നു. ജോൺ സ്നോ, ഗ്രെൻ, ഡോളറസ് എഡ് ടോലറ്റ് എന്നിവരും സംഘവും ക്ഷീണിതരായി കടന്നുവന്നു. സാംവെൽ ടാർലി ഓടിയെത്തി ജോണിനെ കെട്ടിപ്പിടിച്ചു. സാം ചോദിച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ ജോൺ? അപ്പോഴേക്കും മുകളിലെ പ്ലാറ്റ്ഫോമിൽ അലിസർ തോണും ജാനോസ് ലിൻഡും പ്രത്യക്ഷപ്പെട്ടു. അലിസർ വിളിച്ചു, ലോർഡ് സ്നോ. എല്ലാവരും മുകളിലേക്ക് നോക്കി. ആ സമയം ഗോസ്റ്റ് കുരച്ചു. അലിസർ ദേഷ്യത്തോടെ പറഞ്ഞു, ഇത് കാട്ടുമൃഗങ്ങൾക്കുള്ള സ്ഥലമല്ല. അതിനെ പൂട്ടിയിടുക, അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലെ ഭക്ഷണത്തിൽ ഹോബ് അതിനെ കറിവെക്കും. ജോൺ സ്നോ നിസ്സഹായനായി തിരിഞ്ഞു നടന്നു വിളിച്ചു, വാ ഗോസ്റ്റ്. പിന്നീട് കാസൽ ബ്ലാക്കിലെ ഹാളിൽ നൈറ്റ്സ് വാച്ചിന്റെ യോഗം നടക്കുന്നു. ജോൺ സ്നോ അലിസർ തോർനെ നോക്കി സംസാരിച്ചു. ജോൺ പറഞ്ഞു, ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ മാൻസിന്റെ സൈന്യം ക്രാസ്റ്റേഴ്സ് കീപ്പിന് അടുത്തെത്തിയിരുന്നു. ഓസ്ട്രിക്സ് ഹില്ലിൽ നിന്നും അവരുടെ തീപ്പന്തങ്ങൾ ഞങ്ങൾ കണ്ടു. അടുത്ത പൗർണമിക്കു മുൻപ് അവർ വോളിലെത്തും. നമ്മൾ തയ്യാറെടുക്കണം. അലിസർ പറഞ്ഞു, ഞങ്ങൾ തയ്യാറെടുക്കുകയായിരുന്നു. ജോൺ നിർദ്ദേശിച്ചു, നമ്മൾ തുരങ്കമടയ്ക്കണം. കല്ലും മഞ്ഞും ഉപയോഗിച്ച് അത് അടയ്ക്കണം. വെള്ളം തുറന്നുവിട്ട് അത് മരവിപ്പിക്കണം. അലിസർ ചോദിച്ചു, എന്നിട്ട് നമ്മൾ എങ്ങനെ വടക്കോട്ടു പോകും? ജോൺ പറഞ്ഞു, നമ്മൾ പോകില്ല. അലിസർ ആക്രോശിച്ചു, ഭീരു, കൊടുങ്കാറ്റടങ്ങാൻ കാത്തിരിക്കുന്നവരെപ്പോലെ നമ്മൾ വോളിന് പിന്നിൽ ഒളിച്ചിരിക്കണോ? ഗ്രെൻ പറഞ്ഞു, നമുക്ക് ലക്ഷക്കണക്കിന് ആളുകളെ ഗേറ്റിൽ തടയാൻ കഴിയില്ല. അലിസർ പറഞ്ഞു, ഈ കോട്ട ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്നു. നൈറ്റ്സ് വാച്ച് ഇതിനെ സംരക്ഷിക്കുന്നു. ഇത്രയും കാലത്തിനിടയിൽ ഒരിക്കൽ പോലും നമ്മൾ തുരങ്കമടച്ചിട്ടില്ല. ജോൺ ചോദിച്ചു, സർ ആലിസർ, താങ്കൾ എപ്പോഴെങ്കിലും ഒരു ഭീമനെ കണ്ടിട്ടുണ്ടോ? ആലിസർ പറഞ്ഞു, ആ ഗേറ്റിലെ കമ്പികൾക്ക് 4 ഇഞ്ച് കനമുണ്ട്. ജോൺ പറഞ്ഞു, അതൊന്നും അവരെ തടയില്ല. ആലിസർ ചോദിച്ചു, ലോർഡ് സ്നോ, നീ ഏതു വിഭാഗത്തിലാണ് പെടുന്നതെന്ന് എന്നെയൊന്ന് ഓർമ്മിപ്പിക്കാമോ? ജോൺ പറഞ്ഞു, സ്റ്റ്യൂവർഡ്സ്. ആലിസർ ചോദിച്ചു, തുരങ്കം പരിപാലിക്കേണ്ടത് സ്റ്റ്യൂവർഡ്സിന്റെ ചുമതലയാണോ? ജോൺ പറഞ്ഞു, അല്ല. ആലിസർ ചോദിച്ചു, പിന്നെ ആരാണത്? ജോൺ പറഞ്ഞു, ബിൽഡേഴ്സ്. ആലിസർ പരിഹാസത്തോടെ പറഞ്ഞു, ആഹാ, ബിൽഡേഴ്സ്. ഫസ്റ്റ് ബിൽഡർ യാർവിക്, ലോർഡ് സ്നോ പറയുന്നത് തുരങ്കമടയ്ക്കണമെന്നാണ്. നൈറ്റ്സ് വാച്ചിന്റെ സത്യപ്രതിജ്ഞ ചെയ്ത സഹോദരന്മാർ എന്ന നിലയിൽ നമ്മുടെ കടമകൾ നിർവഹിക്കാൻ കഴിയാത്ത വിധം താങ്കൾ അവനോട് യോജിക്കുന്നുണ്ടോ? യാർവിക് ഒന്ന് ആലോചിച്ച ശേഷം പറഞ്ഞു, ഇല്ല.
അലിസർ പറഞ്ഞു. വൈൽഡ്ലിംഗ് സൈന്യത്തെക്കുറിച്ചുള്ള ലോർഡ് സ്നോയിന്റെ ആഴത്തിലുള്ള അറിവ് മാനിച്ച് പൗർണമി വരെ ജോണും ടാർലിയും വോളിന് മുകളിലെ രാത്രി കാവലേറ്റെടുക്കും. മുറിയിൽ കൂട്ടച്ചിരി ഉയർന്നു. ജോൺ നിരാശയോടെയിരുന്നു. ദൃശ്യം വീണ്ടും കിങ്സ് ലാൻഡിംഗിലെ തടവറയിലേക്ക്. ഇരുളിലിരുന്നുകൊണ്ട് ടിരിയൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പെട്ടെന്ന് വാതിൽ തുറന്ന് സർ ബ്രോൺ കടന്നുവന്നു. ബ്രോൺ പറഞ്ഞു, പ്രഭു. ടിരിയൻ ശ്രദ്ധിച്ചു. നിനക്ക് പുതിയ വസ്ത്രങ്ങളാണല്ലോ. ബ്രോൺ ചോദിച്ചു, നിനക്കിഷ്ടപ്പെട്ടോ? കയ്യുറകൾ മാൻതോലാണ്, കന്യകയുടെ തുടകളേക്കാൾ മൃദുവായത്. ടിരിയൻ പറഞ്ഞു, ഞാൻ ദിവസങ്ങൾക്ക് മുൻപ് നിന്നെ വിളിപ്പിച്ചിരുന്നു. ബ്രോൺ പറഞ്ഞു, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ടിരിയൻ ചോദിച്ചു, എന്ത് തിരക്ക്? ബ്രോൺ പറഞ്ഞു, എന്റെ ഏകാന്തമായ ജീവിതം അവസാനിക്കാൻ പോകുന്നു. ഞാൻ ലോലി സ്റ്റോക്ക്വർത്തിനെ വിവാഹം കഴിക്കാൻ പോകുന്നു. ടിരിയൻ അത്ഭുതത്തോടെ പറഞ്ഞു, ലോലി സ്റ്റോക്ക്വർത്ത്? അവൾ നിനക്ക് ചേർന്ന പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രോൺ പറഞ്ഞു, എനിക്ക് ചേർന്ന ഒരു പ്രത്യേകതരം പെണ്ണുണ്ടെന്ന് ഞാൻ പറയില്ല. ടിരിയൻ പറഞ്ഞു, അവൾക്ക് ബുദ്ധി കുറവാണ്. ബ്രോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ബുദ്ധിയുള്ള പെണ്ണിനെ വേണമെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കുമായിരുന്നല്ലോ. നീ എന്തിനാണ് ഇവിടെ വന്നത്? ബ്രോൺ കസേരയിൽ ഇരുന്നു. ബ്രോൺ പറഞ്ഞു, ഒരിക്കൽ നീ പറഞ്ഞു, ആരെങ്കിലും എന്നെക്കൊണ്ട് നിന്നെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചാൽ അവർ തരുന്നതിന്റെ ഇരട്ടി നീ തരുമെന്ന്. ടിരിയൻ ചോദിച്ചു, നിനക്ക് 2 ഭാര്യമാരെയാണോ വേണ്ടത്, അതോ 2 കോട്ടകളോ? ബ്രോൺ പറഞ്ഞു, ഓരോന്ന് വീതം മതി. പക്ഷേ ദ മൗണ്ടനെ കൊല്ലാനാണ് നീ ആവശ്യപ്പെടുന്നതെങ്കിൽ എനിക്ക് വലിയൊരു കോട്ട തന്നെ വേണം. ടിരിയൻ പറഞ്ഞു, ഇപ്പോൾ എന്റെ കൈയിൽ കോട്ടകളില്ല, പക്ഷേ എനിക്ക് സ്വർണവും നന്ദിയും തരാൻ കഴിയും. ബ്രോൺ പറഞ്ഞു, എനിക്ക് സ്വർണമുണ്ട്. നന്ദി കൊണ്ട് എനിക്കെന്ത് വാങ്ങാൻ കിട്ടും? ടിരിയൻ പറഞ്ഞു, നിനക്ക് അത്ഭുതം തോന്നും. ഒരു ലാനിസ്റ്റർ എപ്പോഴും അവന്റെ കടങ്ങൾ വീട്ടാറുണ്ട്. ബ്രോൺ ഓർമ്മിപ്പിച്ചു, നിന്റെ ചേച്ചിയും ഒരു ലാനിസ്റ്ററാണ്. ടിരിയൻ പറഞ്ഞു, എന്റെ ഭാര്യ വിന്റർഫെല്ലിന്റെ അവകാശിയാണ്. ഞാനിതിൽ നിന്ന് തലയൂരിയെങ്കിൽ എന്നെങ്കിലും അവളുടെ പേരിൽ ഞാൻ വടക്ക് ഭരിക്കും. അവിടെ നിനക്ക് വലിയൊരു സ്ഥലം ഞാൻ തരും. ബ്രോൺ പറഞ്ഞു, എല്ലാം വെറും വാക്കുകൾ മാത്രം. വടക്കുകൊടും തണുപ്പാണ്. ലോലിസാണെങ്കിൽ മൃദുലവും ചൂടുള്ളതുമാണ്. മാത്രമല്ല കൈയെത്തും ദൂരത്തുമുണ്ട്. ടിരിയൻ ചോദിച്ചു, അവൻ നിന്നെ അത്രമാത്രം ഭയപ്പെടുത്തുന്നുണ്ടോ? ബ്രോൺ പറഞ്ഞു, അവനെ ഭയക്കാതിരിക്കാൻ ഞാൻ വിഡ്ഢിയൊന്നുമല്ല. അവൻ രാക്ഷസനെപ്പോലെ വലുതും ശക്തിയുള്ളവനുമാണ്. ആ വലിപ്പമുള്ള ഒരാളെ സംബന്ധിച്ച് അവൻ വളരെ വേഗത്തിൽ നീങ്ങും. ചിലപ്പോൾ എനിക്ക് അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഒരൊറ്റ പിഴവ് പറ്റിയാൽ ഞാൻ മരിക്കും. ഞാൻ എന്തിനത് ചെയ്യണം? ടിരിയൻ പറഞ്ഞു, കാരണം നീ എന്റെ സുഹൃത്താണ്. ബ്രോൺ പറഞ്ഞു, അതെ, ഞാൻ നിന്റെ സുഹൃത്താണ്. എന്നെങ്കിലും നീ എനിക്ക് വേണ്ടി നിന്റെ ജീവൻ പണയം വെച്ചിട്ടുണ്ടോ? ടിരിയൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ബ്രോൺ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് എന്നെ അതിലേറെ ഇഷ്ടമാണ്. ടിരിയൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാകും. ബ്രോൺ പറഞ്ഞു, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതിൽ എനിക്ക് വിഷമമുണ്ട്. ബ്രോൺ ആ കൈകളിൽ മുറുക്കെ പിടിച്ചു. ബ്രോൺ പറഞ്ഞു, നമ്മൾ നല്ല കുറേ ദിവസങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട്. ബ്രോൺ പുറത്തേക്ക് പോയി. മീരീനിലെ രാത്രി. ഡെനേരീസ് ടാർഗേരിയൻ തന്റെ മുറിയിലേക്ക് കടന്നുവരുമ്പോൾ അവിടെ ഡാരിയോ നഹാരീസ് നിൽക്കുന്നു. ഡെനേരീസ് ചോദിച്ചു, നീ എങ്ങനെ അകത്തു കയറി? വാതിൽക്കൽ കാവലുണ്ടല്ലോ. ഡാരിയോ പറഞ്ഞു, പക്ഷേ ജനലിൽ കാവലില്ലല്ലോ. ഡാരിയോ അവൾക്ക് കുറച്ച് പൂക്കൾ നൽകി. ഡാരിയോ പറഞ്ഞു, ഇതിനായി ഞാൻ 1 മൈലോളം നീന്തി ഒരു ദ്വീപിൽ പോയി. അവൾ പൂക്കൾ തിരികെ നൽകി പറഞ്ഞു, ഇനി മേലാൽ ഇത് ചെയ്യരുത്. ഡാരിയോ പറഞ്ഞു, കാട്ടുപൂക്കളെ ഇഷ്ടമല്ലാത്ത ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഡെനരീസ് കടുപ്പിച്ചു പറഞ്ഞു, ഇത് എന്റെ സ്വകാര്യ മുറിയാണ്. എനിക്ക് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കും. ഡാരിയോ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ എന്റെ റാണി. ഞാൻ ജീവിക്കുന്നത് തന്നെ അങ്ങയെ സേവിക്കാനാണ്. ഡെനരീസ് ചോദിച്ചു, നീ എന്തിനാണ് വന്നതെന്ന് പറയൂ. ഡാരിയോ എഴുന്നേറ്റു പറഞ്ഞു, ഒരു ഉപകാരം ചോദിക്കാൻ വന്നതാണ്. എനിക്കാകെ 2 കഴിവുകളേയുള്ളൂ, യുദ്ധവും സ്ത്രീകളും. ഭരിക്കാൻ വേണ്ടി നീ ഇവിടെ മീരീനിൽ നിൽക്കുന്നു. അതൊരു നല്ല തീരുമാനമാണ്. ഞാനതിനെ ബഹുമാനിക്കുന്നു. പക്ഷേ ഇവിടെ എനിക്ക് എന്റെ കഴിവുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഡെനേരീസ് പറഞ്ഞു, പകവീട്ടലുകൾ തടയാൻ തെരുവിൽ റോന്തു ചുറ്റാൻ ഞാൻ സെക്കൻഡ് സൺസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഡാരിയോ പറഞ്ഞു, രാത്രി കാവൽക്കാരാകാനാണ് നീ പറഞ്ഞത്. ഡെനേരീസ് പറഞ്ഞു, പിന്നെ സ്ത്രീകളുടെ കാര്യം, നിനക്കിവിടെ ഇഷ്ടംപോലെ സ്ത്രീകളെ കിട്ടുമല്ലോ. ഡാരിയോ പറഞ്ഞു, ഇവിടെ ഒരേയൊരു സ്ത്രീയേ ഉള്ളൂ, അവൾക്കാണെങ്കിൽ എന്നെ വേണ്ട താനും. ഡെനരീസ് ഓർമ്മിപ്പിച്ചു, നീ നിന്റെ വാൾ എനിക്ക് വാഗ്ദാനം ചെയ്തതാണ്. ഡാരിയോ പറഞ്ഞു, മരിക്കുന്നതുവരെ എന്റെ വാൾ നിനക്കുള്ളതാണ്. എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ അറിയാവുന്നത് ചെയ്യാൻ എന്നെ അനുവദിക്കൂ. ഡെനേരീസ് പറഞ്ഞു, ശരി. അവൾ എഴുന്നേറ്റ് വീഞ്ഞു പകർന്നു. ഡെനേരീസ് പറഞ്ഞു, നിനക്കേറ്റവും നന്നായി അറിയാവുന്നത് നീ ചെയ്യൂ. അവൾ ഇരുന്നു. ഡെനേരീസ് ആജ്ഞാപിച്ചു, നിന്റെ വസ്ത്രങ്ങൾ അഴിക്കൂ. ഡാരിയോ പുഞ്ചിരിച്ചു. അവൻ വസ്ത്രങ്ങൾ അഴിക്കുന്നത് ഡെനേരീസ് ഉറ്റുനോക്കി. അന്തരീക്ഷം ഡ്രാഗൺസ്റ്റോണിലെ കുളിമുറിയിലേക്ക് മാറുന്നു. മെലിസാന്ദ്രെ കുളിക്കുകയാണ്.
സെലിസ് ബാരാഥിയൻ അവിടേക്ക് കടന്നുവന്നു. മെലിസാൻഡ്രെ ഒരു കുപ്പിയെടുക്കാൻ ആവശ്യപ്പെട്ടു. സെലായിസ് അതെടുത്തുകൊടുത്തു. മെലിസാൻഡ്രെ അതിൽ നിന്നും മരുന്ന് വെള്ളത്തിലേക്കൊഴിച്ചു. മെലിസാൻഡ്രെ വെള്ളത്തിൽ നിന്നെഴുന്നേറ്റ് മരുന്നുകളുടെ അടുത്തേക്ക് നടന്നു. മെലിസാൻഡ്രെ പറഞ്ഞു, ഈ പൊടികളും മരുന്നുകളുമെല്ലാം കള്ളങ്ങളാണ്. ദൈവത്തിന്റെ ശക്തി കണ്ടു എന്ന് മനുഷ്യരെ വിശ്വസിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ. പക്ഷേ അവർ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ആ കള്ളം സത്യത്തിലേക്കുള്ള വഴിയായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കും. സെലിസ് ചോദിച്ചു, സ്റ്റാനിസിന്റെ കാര്യത്തിൽ നീ ഇതുപയോഗിച്ചിട്ടുണ്ടോ? മെലിസാൻഡ്രെ പറഞ്ഞു, ഇല്ല. വിഷമിക്കണ്ട. സ്വന്തമായുള്ള ഒന്നിനെ ആരും ആഗ്രഹിക്കാറില്ല. മെലിസാൻഡ്രെ സെലീസിന്റെ കവിളിൽ തൊട്ടു. മെലിസാൻഡ്രെ പറഞ്ഞു, ഇത് വെറും മാംസമാണ്. അതിന് ആവശ്യമുള്ളത് അതിനു വേണം. സെലീസ് പറഞ്ഞു, ദൈവത്തിനു വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയും പാപമല്ല. നിങ്ങളെ ഞങ്ങൾക്ക് തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്റ്റാനിസ് ഷിറിനെ നമ്മളോടൊപ്പം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് ദൈവവിശ്വാസമില്ല. മെലിസാൻഡ്രെ അവളുടെ കൈ പിടിച്ചു പറഞ്ഞു, നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകും. പക്ഷേ അവളെ ഒഴിവാക്കാൻ കഴിയില്ല. സെലൈസ് ചോദിച്ചു, എന്തുകൊണ്ട്? മെലിസാൻഡ്രെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ മരുന്നുകളൊന്നും ആവശ്യമില്ല റാണി. കള്ളങ്ങളും വേണ്ട. ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് നോക്കാനും സത്യം കാണാനും നിങ്ങൾക്ക് ശക്തിയുണ്ട്. അവർ തീയിലേക്ക് നോക്കി. മെലിസാൻഡ്രെ പറഞ്ഞു, നമ്മൾ കപ്പൽ കയറുമ്പോൾ നിങ്ങളുടെ മകൾ കൂടെയുണ്ടാകണം. ദൈവത്തിനവളെ ആവശ്യമുണ്ട്. മീറീനിൽ ഡാരിയോ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ സേർ ജോറ മോർമണ്ടിനെ കണ്ടുമുട്ടുന്നു. ഡാരിയോ പറഞ്ഞു, ജോറ ദി അൻഡാൾ റാണിയെ കാണാൻ വന്നതാണോ? അവൾ നല്ല സന്തോഷത്തിലാണ്. ഡാരിയോ ജോറായുടെ തോളിൽ തട്ടിയിട്ട് നടന്നുപോയി. ഡെനരീസിന്റെ മുറിയിൽ ജോറ എത്തി. ജോറ വിളിച്ചു, ഖലീസി. ഡെനരീസ് പറഞ്ഞു, നേരത്തെയാണല്ലോ. ജോറ പറഞ്ഞു, ചിലരെ അപേക്ഷിച്ച് വൈകിപ്പോയി. ഡെനരീസ് ചോദിച്ചു, നിനക്ക് അതിഷ്ടപ്പെട്ടില്ലേ? ജോറ പറഞ്ഞു, ഇഷ്ടമല്ല പ്രശ്നം, വിശ്വാസമാണ്. ഡെനരീസ് പറഞ്ഞു, നിനക്ക് രണ്ടുമില്ല. ജോറ പറഞ്ഞു, ഞാൻ എങ്ങനെ വിശ്വസിക്കും? അവനൊരു കൂലിപ്പടയാളിയാണ്. ഡെനരീസ് ഓർമ്മിപ്പിച്ചു, എന്റെ സഹോദരന്റെ കൂടെ ചേരുന്നതിനു മുൻപ് നീയും കൂലിപ്പടയാളിയായിരുന്നില്ലേ? ജോറ പറഞ്ഞു, അതെ. ഡെനേരീസ് പറഞ്ഞു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ജോറ പറഞ്ഞു, നീ മോചിപ്പിച്ച അടിമകൾക്ക് ക്രൂരത മാത്രമേ അറിയൂ. അവർക്ക് മറ്റെന്തെങ്കിലും കാണിച്ചു കൊടുക്കണമെങ്കിൽ നീ അത് പ്രവൃത്തിയിലൂടെ കാണിക്കണം. ഡെനേരീസ് ചോദിച്ചു, അപ്പോൾ ഞാൻ അവരോടെന്തു ചെയ്യണം? കരുണ കാണിക്കണോ? ജോറ പറഞ്ഞു, എല്ലാ ശത്രുക്കളെയും തിന്മയായി കാണുന്നത് എളുപ്പമാണ്. പക്ഷേ എല്ലാ യുദ്ധത്തിലും ഇരുവശത്തും നന്മയും തിന്മയുമുണ്ട്. ഡെനേരീസ് പറഞ്ഞു, നന്മയും തിന്മയും പുരോഹിതന്മാർ തീരുമാനിക്കട്ടെ. അടിമത്തം യാഥാർത്ഥ്യമാണ്. ഞാനത് അവസാനിപ്പിക്കും. ജോറ പറഞ്ഞു, ഞാൻ മനുഷ്യരെ അടിമകളായി വിറ്റിട്ടുണ്ട് ഖലീസി. ഡെനേരീസ് പറഞ്ഞു, ഇപ്പോൾ നീ അവരെ മോചിപ്പിക്കാൻ സഹായിക്കുന്നു. ജോറ പറഞ്ഞു, നെഡ് സ്റ്റാർക്ക് എന്നോട് ചെയ്തത് നീ ഇപ്പോൾ യുങ്കയിലെ യജമാനന്മാരോട് ചെയ്യാൻ പോകുന്ന കാര്യമായിരുന്നെങ്കിൽ നിന്നെ സഹായിക്കാൻ ഞാനിവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഡെനേരീസ് ചിന്തിച്ചു. ഡെനേരീസ് പറഞ്ഞു, ശരി, നീ പോയി ഡാരിയോയെ പിടിക്ക്. ഞാൻ മനസ്സ് മാറ്റിയെന്ന് പറയൂ. ജോറ പുറത്തേക്ക് നടന്നു. റിവർലാൻഡ്സിൽ ദ ഹൗണ്ടും ആര്യയും തീയുടെ അരികിലിരിക്കുന്നു. ദ ഹൗണ്ട് തന്റെ കഴുത്തിലെ മുറിവ് വൃത്തിയാക്കാൻ കഷ്ടപ്പെടുകയാണ്. ആര്യ പറഞ്ഞു, നീ ചെയ്യുന്നത് തെറ്റാണ്. ആ മോശം ഭാഗം കരിച്ചു കളയണം, അല്ലെങ്കിൽ പഴുക്കും. നിനക്ക് തീ ഇഷ്ടമല്ലെന്നെനിക്കറിയാം, പക്ഷേ. ദ ഹൗണ്ട് കടുപ്പിച്ചു പറഞ്ഞു, തീ വേണ്ട. ആര്യ എഴുന്നേറ്റ് കത്തുന്ന ഒരു മരക്കഷ്ണമെടുത്തു. ആര്യ പറഞ്ഞു, ഇത് വേഗത്തിൽ കഴിയും. അധികം വേദനയുണ്ടാവില്ല. ദ ഹൗണ്ട് പേടിയോടെ എഴുന്നേറ്റ് പിന്നോട്ടു മാറി. ദ ഹൗണ്ട് അലറി, തീ വേണ്ട. അവർ നിശബ്ദരായി നിന്നു. ആര്യ ആ മരക്കഷ്ണം തീയിലിട്ടു. നിന്നെ കാണേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. നിന്റെ സഹോദരനാണ് ആ വാൾ നിനക്ക് തന്നതെന്ന് നീ പറഞ്ഞു. തന്റെ പൊള്ളിയ മുഖം കാണിച്ചുകൊണ്ട് ദ ഹൗണ്ട് പറഞ്ഞു, എന്റെ സഹോദരൻ എനിക്ക് തന്നത് ഇതാണ്. എന്നെ തീയിലേക്ക് പിടിച്ചുവെച്ചു. വേദന ഭയങ്കരമായിരുന്നു. മണം അതിലും ഭീകരമായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ വേദന അത് ചെയ്തത് സ്വന്തം സഹോദരനാണ് എന്നതാണ്. എന്റെ അച്ഛൻ അവനെ സംരക്ഷിച്ചു. എന്റെ കിടക്കയ്ക്ക് തീപിടിച്ചതാണെന്ന് കള്ളം പറഞ്ഞു. ആര്യ പറഞ്ഞു, ഞാനത് കഴുകി തുന്നിക്കെട്ടാം. ആര്യ വെള്ളമൊഴിച്ച് ആ മുറിവ് കഴുകി തുന്നിക്കെട്ടി. ഒരു സത്രത്തിൽ ബ്രിയൻ ഓഫ് ടാത്തും പോഡ്രിക് പേനും ഭക്ഷണം കഴിക്കുന്നു. ഹോട്ട് പൈ അവർക്ക് കിഡ്നി പൈ കൊണ്ടുവന്നു കൊടുത്തു. നല്ല ആയുധമാണല്ലോ. നിങ്ങളൊരു നൈറ്റാണോ? ബ്രിയൻ പറഞ്ഞു, അല്ല. ഹോട്ട് പൈ പറഞ്ഞു, ആയുധം കണ്ടപ്പോൾ ചോദിച്ചതാണ്. കിങ്സ് ലാൻഡിങ്ങിൽ നിന്നാണോ? ഞാൻ അവിടുന്നാണ്. എന്താണിവിടെ? ബ്രിയൻ പറഞ്ഞു, ഞങ്ങൾ ഒരാളെ തിരയുകയാണ്. ഹോട്ട് പൈ ചോദിച്ചു, ആരെയാണ്? ബ്രിയൻ പറഞ്ഞു, ഒരു പെൺകുട്ടി, സൻസ സ്റ്റാർക്ക്. ഹോട്ട് പൈ പറഞ്ഞു, സ്റ്റാർക്ക്? ഇല്ല, ഞാനങ്ങനെ ആരെയും കണ്ടിട്ടില്ല. അവർ ചതിയന്മാരാണെന്ന് കേട്ടിട്ടുണ്ട്. ബ്രിയൻ ദേഷ്യത്തോടെ പറഞ്ഞു, അവരുടെ അമ്മ കാറ്റ്ലിൻ സ്റ്റാർക്കിന് ഞാൻ എന്റെ ജീവൻ പണയം വെച്ചതാണ്. അവരുടെ മക്കളെ തിരികെ എത്തിക്കാമെന്ന് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്.
അവർ പുറത്തിറങ്ങി കുതിരപ്പുറത്ത് കയറാൻ തുടങ്ങി. പെട്ടെന്ന് ഹോട്ട് പൈ ഓടിയെത്തി. ഹോട്ട് പൈ പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണെന്ന് തോന്നുന്നു. സൻസാ സ്റ്റാർക്കിനെ എനിക്കറിയില്ല, പക്ഷേ അവളുടെ അനിയത്തി ആര്യയെ എനിക്കറിയാം. ബ്രിയൻ അത്ഭുതത്തോടെ ചോദിച്ചു, ആര്യ മരിച്ചുവെന്നാണ് എല്ലാവരും കരുതുന്നത്. ഹോട്ട് പൈ പറഞ്ഞു, ഞാൻ അവസാനം കണ്ടപ്പോൾ അവൾ മരിച്ചിട്ടില്ല. ബ്രിയൻ ചോദിച്ചു, അതെപ്പോഴാണ്? ഹോട്ട് പൈ പറഞ്ഞു, നൈറ്റ്സ് വാച്ചിന്റെ കൂടെ വടക്കോട്ടു പോകുമ്പോൾ. അവൾ ആൺകുട്ടിയെപ്പോലെ വേഷം മാറിയിരുന്നു. ആരി എന്നായിരുന്നു പേര്. ബ്രിയൻ ചോദിച്ചു, അവൾക്കെന്ത് സംഭവിച്ചു? ഹോട്ട് പൈ പറഞ്ഞു, ലാനിസ്റ്ററുകൾ ഞങ്ങളെ പിടിച്ചു. ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ബ്രദർഹുഡ് പിടിച്ചു. അവർ അവളെ മോചനദ്രവ്യത്തിനു വേണ്ടി വിൽക്കാൻ നോക്കി, ഒരു വിരൂപന്റെ കൂടെ. ദ ഹൗണ്ട്. പോഡ്രിക് പറഞ്ഞു, ദ ഹൗണ്ട്. ഹോട്ട് പൈ ഒരു പൊതി ബ്രയനിനു കൊടുത്തു. അതിൽ ചെന്നായയുടെ രൂപത്തിലുള്ള ഒരപ്പമായിരുന്നു. ഹോട്ട് പൈ പറഞ്ഞു, അവളെ കാണുകയാണെങ്കിൽ ഇത് കൊടുക്കണം. അവർ യാത്ര തുടർന്നു. കിങ്സ് ലാൻഡിംഗിലെ തടവറയിൽ ടിരിയൻ വിഷമിച്ചിരിക്കുകയാണ്. വാതിൽ തുറന്ന് പ്രിൻസ് ഓബറിൻ മാർട്ടൽ കടന്നുവന്നു. കയ്യിലൊരു പന്തമുണ്ടായിരുന്നു. ടിരിയൻ പറഞ്ഞു, ഈ സമയത്ത് നീ വേശ്യാലയത്തിൽ കാണുമെന്നാണ് ഞാൻ കരുതിയത്. ഓബറിൻ പറഞ്ഞു, നിന്റെ ചേച്ചി. അവൾ എന്റെ അടുത്തു വന്നിരുന്നു. മകളെക്കുറിച്ച് സംസാരിച്ചു. നിനക്കെതിരെ എന്നെ തിരിക്കാനാണ് അവൾ വന്നതെന്ന് എനിക്കറിയാം. ടിരിയൻ പറഞ്ഞു, സത്യസന്ധമായ വികാരങ്ങളെ അസത്യത്തിനുവേണ്ടി ഉപയോഗിക്കുന്നത് അവളുടെ കഴിവാണ്. ഓബറിൻ പറഞ്ഞു, വരുന്ന വഴി മുഴുവൻ എല്ലാവരും ടൈവിൻ ലാനിസ്റ്ററിന് ജനിച്ച രാക്ഷസനെക്കുറിച്ചാണ് സംസാരിച്ചത്. വലിയ തലയും വാലുമൊക്കെയുള്ള രാക്ഷസൻ. പക്ഷെ നിന്റെ ചേച്ചി നിന്നെ കാണിച്ചപ്പോൾ നീ വെറുമൊരു കുഞ്ഞായിരുന്നു. ഇതൊരു രാക്ഷസനല്ല, വെറുമൊരു കുഞ്ഞ്, ഞാൻ സെർസിയോട് പറഞ്ഞു. അവൾ പറഞ്ഞു, അവൻ എന്റെ അമ്മയെ കൊന്നു. എന്നിട്ട് അവൾ നിന്റെ ചെറിയ ലിംഗത്തിൽ നുള്ളി. എല്ലാവരും പറയുന്നു, ഇവൻ വേഗം മരിക്കുമെന്ന്. അങ്ങനെ സംഭവിക്കട്ടെ, അവൾ പറഞ്ഞു. ടിരിയൻ പറഞ്ഞു, സെർസിക്ക് അവൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും കിട്ടാറുണ്ട്. നീ സ്ഥലം മാറിപ്പോയി. ഓബറിൻ എഴുന്നേറ്റു പറഞ്ഞു, ഞാൻ ശരിയായ സ്ഥലത്താണെത്തിയത്. എന്നെ വേദനിപ്പിച്ചവർ ഇവിടെത്തന്നെയുണ്ട്. സർ ഗ്രെഗോർ ക്ലെഗെയിനിൽ നിന്ന് ഞാൻ തുടങ്ങും. ഞാൻ നിന്റെ ചാമ്പ്യനാകാം. ടിരിയനിന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ വെളിച്ചം തെളിഞ്ഞു. ഈരിയിലെ മുറ്റത്ത് മഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. സാൻസാ സ്റ്റാർക്ക് മഞ്ഞുകൊണ്ട് വിന്റർഫെല്ലിന്റെ മാതൃക ഉണ്ടാക്കുകയാണ്. റോബിൻ ആരൻ അവിടേക്ക് വന്നു. റോബിൻ ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? സൻസ പറഞ്ഞു, ഞാൻ എന്റെ വീടുണ്ടാക്കുകയാണ്. വിന്റർഫെൽ. റോബിൻ ചോദിച്ചു, നീ എന്തിനാ അവിടെ നിന്ന് പോന്നത്? സൻസ പറഞ്ഞു, അതൊരു വലിയ കഥയാണ്. റോബിൻ ചോദിച്ചു, വിന്റർഫെല്ലിൽ മൂൺ ഡോർ ഉണ്ടോ? സൻസ പറഞ്ഞു, ഇല്ല. റോബിൻ പറഞ്ഞു, നമുക്ക് ഒരെണ്ണം വെക്കാം. പറഞ്ഞുകൊണ്ട് അവൻ ആ മഞ്ഞുകൊട്ടാരം തല്ലിപ്പൊളിച്ചു. ദേഷ്യം വന്ന സൻസ അവന്റെ കരണത്തടിച്ചു. റോബിൻ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. പിന്നീട് ലിറ്റിൽ ഫിംഗർ അവിടേക്ക് വന്നു. ലിറ്റിൽ ഫിംഗർ സാൻസായോട് പറഞ്ഞു, നിന്റെ അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. സ്നേഹം കൊണ്ട് കടമയെയും ശക്തിയെയും തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ലോകത്തായിരുന്നെങ്കിൽ നീ എന്റെ മകളാകുമായിരുന്നു. ലിറ്റിൽ ഫിംഗർ അവളെ ചുംബിച്ചു. മുകളിൽ നിന്ന് ലൈസ അത് കാണുന്നുണ്ടായിരുന്നു. പിന്നീട് ഈരിയിലെ ത്രോൺ റൂമിൽ ലൈസ നിൽക്കുന്നു. മൂൺ ഡോർ തുറന്നുകിടപ്പുണ്ടായിരുന്നു. സൻസ അവിടേക്ക് വന്നു. ലൈസ ചോദിച്ചു, എത്ര ആഴമുണ്ടെന്ന് നിനക്കറിയാമോ? സൻസ പറഞ്ഞു, ഇല്ല. ലൈസ പറഞ്ഞു, 100 കണക്കിനടി. താഴെ വീഴുമ്പോൾ ശരീരം മുട്ട ഉടയുന്നതുപോലെ തകരും. എനിക്കറിയാം നീ എന്തു ചെയ്തെന്ന്. സൻസ പറഞ്ഞു, റോബിനെ അടിച്ചത് തെറ്റായിപ്പോയി. ലൈസ ദേഷ്യത്തോടെ പറഞ്ഞു, അഭിനയിക്കണ്ട. നീ അവനെ ചുംബിച്ചു. സൻസ പറഞ്ഞു, ഞാനല്ല, അദ്ദേഹമാണ് എന്നെ ചുംബിച്ചത്. ലൈസ സൻസയുടെ മുടിയിൽ പിടിച്ച് മൂൺ ഡോറിലേക്ക് തള്ളി. ലൈസ അലറി, കള്ളി, അവൻ എന്റേതാണ്. ലിറ്റിൽ ഫിംഗർ ഓടിയെത്തി പറഞ്ഞു, ലൈസ, അവളെ വിടൂ. ലൈസ പറഞ്ഞു, നിനക്കിവളെ വേണോ? ഇവൾ നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല. ഞാൻ നിനക്ക് വേണ്ടി കള്ളം പറഞ്ഞു, കൊല നടത്തി. നീ എന്തിനാണ് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, ഞാൻ സത്യം ചെയ്യുന്നു, അവളെ ഞാൻ പറഞ്ഞയക്കാം. അവളെ വിടൂ. ലൈസ കരഞ്ഞുകൊണ്ട് സാൻസായെ വിട്ടു. ലിറ്റിൽ ഫിംഗർ അവളെ ആശ്വസിപ്പിച്ചു. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഭാര്യ. അവൻ അവളെ എഴുന്നേൽപ്പിച്ചു. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരേയൊരു സ്ത്രീയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അവൻ ലൈസായുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, നിന്റെ സഹോദരി. ലിറ്റിൽ ഫിംഗർ അവളെ മൂൺ ഡോറിലേക്ക് തള്ളിയിട്ടു. അവൾ അലറിക്കൊണ്ട് താഴേക്ക് പതിച്ചു. ആ നിലവിളി കാറ്റിൽ അലിഞ്ഞു ചേർന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.